കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയി കണ്ടാലോ. ആദ്യം നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഈ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഫിൽറ്റേഴ്സ് കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി പിക്ചറിന് താഴേക്ക് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഈ പിക്ചറിന് താഴെ കാണുന്ന ഓപ്ഷൻസിലെ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഏരോ ക്ലിക്ക് ചെയ്യുമ്പോൾ പിക്ചർ പ്രോസസ്സ് ആയി വരും. ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പിക്ചർ സേവ് ചെയ്തെടുക്കാം. ഇനി സെയിം പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഇൻഷോട്ട് ഓപ്പൺ ആയി വരുമ്പോഴേ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. ഇനി പിക്ചറിന് താഴെ കാണുന്ന ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതിനു ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാം. ഞാനിവിടെ അതിനു വേണ്ടി ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് യൂസ് ചെയ്യണത്. ഈ ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഈ ആപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ക്യാൻവ ഓപ്പൺ ആയി വരുമ്പോൾ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം. ഇനി വൈറ്റ് പേജിന് താഴെ കാണുന്ന ടൂൾ ബാറിൽ നിന്നും ഗാലറി സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്ത് ആഡ് ചെയ്തെടുക്കാം. ഇനി എല്ലാ ഫോട്ടോസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. താഴെ കാണുന്ന ടൂൾ ബാറിൽ നിന്നും പൊസിഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം ഫോർവേഡും ബാക്ക്വേഡും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോട്ടോ ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിനൊരു ക്യാപ്ഷൻ കൊടുക്കണ്ടേ? അതിനുവേണ്ടി താഴെ കാണുന്ന ടൂൾ ബാറിൽ നിന്നും ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ സെലക്ട് ചെയ്ത് ഇതുപോലൊരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ഏരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം.